ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? വിഷു ആയല്ലോ അല്ലേ? ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തത് 13-ാം തീയതിയാണ്. 14-ാം തീയതി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇനിയിപ്പോൾ ഇപ്രാവശ്യം 15-ാം തീയതി അല്ലേ വിഷു വന്നിരിക്കുന്നത്. ഇപ്പം മുൻപത്തെ പോലെ തന്നെ നേരത്തെ എണീക്കാൻ തുടങ്ങി. 5:10 ഞാൻ അലാം വെച്ച് തോന്നുന്നുണ്ട്. ഇപ്പോൾ സൂര്യന് ഒരു 7 മണിയുടെ ബസ്സിന് പോകണം കോട്ടയ്ക്കൽ. അവിടെയാണ് അവൻ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനല്ലേ, +1 എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് 2 മാസം വെക്കേഷനല്ലേ. അപ്പോൾ ആ സമയത്ത് ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. ഒരു സൺഡേ മാത്രം ഓഫ്, ബാക്കി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ +2 ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശനി ഞായറും മാത്രം ഇവിടെ കോട്ടയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ എണീക്കും. അവന് 7 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ 4:30-4:30ക്കാണ് ക്ലാസ് കഴിയുക. അപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും ഒരു 5:45, ചിലപ്പോൾ 6:15 ആവും എത്താൻ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണവും പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും എല്ലാം റെഡിയാക്കണം. ഇത് പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ. ഇതിലാദ്യം വെളുത്തുള്ളി ഇടണമായിരുന്നു, നിർബന്ധമൊന്നുമില്ല. ഞാൻ ആദ്യമൊന്നും ഇട്ടിരുന്നില്ല. പിന്നെ നമ്മളെ യൂട്യൂബിൽ നിന്നുള്ളൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനങ്ങനെ വെളുത്തുള്ളി ഇടാൻ തുടങ്ങി. അപ്പോൾ രസമുണ്ടായിരുന്നു. പിന്നെ കുരുമുളകും അവർ പറഞ്ഞിട്ടാണ് ആഡ് ചെയ്യാൻ തുടങ്ങിയത്. ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് മറന്നു, വെളുത്തുള്ളി ആദ്യം ഇടാൻ മറന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. അപ്പം ഞാൻ തേങ്ങയും പിന്നെ കുറച്ച് പുട്ടുപൊടി കഴിഞ്ഞ ദിവസം നനച്ചത് ഉണ്ടായിരുന്നു, അതൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഫ്രീസറിൽ നിന്ന് 2 ബൗൾ പുറത്തേക്ക് എടുത്ത് വെച്ചത്. അപ്പോൾ കുറച്ച് പൊടി നനച്ചാൽ മതി പുട്ടിന്. ചെറുപയർ കറി ഇന്നലെ ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുട്ടും ചെറുപയർ കറിയും, പിന്നെ വേണമെങ്കിൽ പപ്പടം ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ പഴമുണ്ട്. അങ്ങനെയൊക്കെ. ഇന്ന് പൊതിച്ചോറ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എല്ലാം അതായത് പൊതിച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല. പിന്നെ ചോറ് വിളമ്പി കഴിക്കണ പണി പോലും ഇല്ല. വെറുതെ അല്ലെങ്കിൽ തുറന്നിട്ട് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ പൊതിച്ചോറിലേക്ക് ചമ്മന്തി നിർബന്ധമാണല്ലോ. അപ്പോൾ അതിലേക്ക് മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വറ്റൽമുളകും ചെറിയ ഉള്ളി ഒന്ന് എയർ ഫ്രയറിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കൂലേ, നമ്മൾ എന്താ പറയുക, ചുടില്ലേ, മുളകും ഉള്ളിയൊക്കെ ഇങ്ങനെ, അതിന് പകരം എയർ ഫ്രയറിൽ അതിങ്ങനെ വെച്ചിട്ട് ചുട്ടെടുക്കുന്ന പോലെ ടേസ്റ്റ് കിട്ടും. വലിയ രീതിയിലുള്ള പൊതിച്ചോറൊന്നുമല്ല, വളരെ കുറച്ച് ഐറ്റം വെച്ചിട്ട് അതൊരു പൊതിച്ചോറാക്കി മാറ്റിയതേ ഉള്ളൂ. മീനൊന്നുമില്ല. പിന്നെ മീനിവിടെ വലിയ താല്പര്യമില്ലാത്ത കാരണം അതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ സൂര്യനെ വിളിക്കണം, 6:10 വിളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലാം വെക്കാൻ പറഞ്ഞാൽ വെക്കില്ല. ഇനിയിപ്പോൾ ഞാൻ പോയി വിളിക്കട്ടെ. ഈ മാങ്ങ കാണുമ്പോൾ പഴുത്ത മാങ്ങ പോലെ ഇരിക്കണല്ലേ, ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ടല്ലേ. പഴുത്തതൊന്നുമല്ല, അതിൻ്റെ കളർ എങ്ങനെയാണ് തോന്നുന്നത്. നല്ല മൂത്ത് കഴിഞ്ഞാൽ അതങ്ങനെ കളർ വെക്കുന്നതാണ്. ഇത്ര നേരമായിട്ട് ഞാൻ ഡോറൊന്നും തുറന്നിട്ടില്ല വർക്ക് ഏരിയേൻ്റെ. ഇങ്ങനെ ഡോറ് തുറക്കാതെ ഇങ്ങനെ അകത്ത് നിൽക്കുമ്പോഴേ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഡോറൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ട് വേണം പണികളൊക്കെ ചെയ്യാൻ. ആദ്യം ഞാനിതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. പിന്നെയാണ് ആ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വെളുത്തുള്ളി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏറ്റവും എളുപ്പമുള്ളതല്ലേ പൊട്ടറ്റോ ഫ്രൈ ആക്കുമ്പോൾ, അത് വളരെ എളുപ്പമാണ്. പിന്നെ മാങ്ങ ചമ്മന്തി, പിന്നെ ഒരു അച്ചാർ ഞാൻ കുമ്പിടിയിൽ നിന്ന് കൊടുന്ന കേട്ടോ. അച്ചാർ എന്ന് പറയാറായിട്ടില്ല, അതിന് നമ്മൾ ഉപ്പുമാങ്ങ അല്ലെങ്കിൽ ചെത്തുമാങ്ങ എന്നൊക്കെ പറയില്ലേ. ഇത് ഉപ്പുമാങ്ങയല്ല, ചെത്തുമാങ്ങ എന്ന് പറയും, അറിയണോ? അതിൽ മുളക് പൊടിയും കുറച്ച് ഇടും, ഉപ്പും, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ല. അത് നല്ല ടേസ്റ്റാണ്. അത് ഞാൻ ഇപ്രാവശ്യം കുമ്പിടി പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അതും ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഓംലെറ്റ്. ഇതിനുള്ളിൽ ഇങ്ങനെ ഓരോ വലിയ കയ്യിൽ വെക്കാനതിന് ഒരു ഭാഗം, ചെറിയ സ്പൂണുകൾ അങ്ങനെ ഓരോ, പിന്നെ പോലെ സിസേഴ്സ് വെക്കാനൊരു ഭാഗം, അങ്ങനെ അത് അങ്ങോട്ട് മിക്സ് ആവില്ല കേട്ടോ. അത് എല്ലാത്തിനും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. എനിക്കിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ പെട്ടെന്ന് ഓർമ്മ വന്നു. അവളുടെ പേരിപ്പോൾ ഞാൻ പറയണില്ല, അവളെന്നെ കൊല്ലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചായ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്ന സമയത്ത് അവൾക്ക് ഈ കബോർഡ് ഒന്ന് തുറക്കണ നേരത്തെ എന്നോട് പറയും, തിരിഞ്ഞു നിൽക്കാൻ പറയുമോ. അതിലേക്ക് നോക്കല്ലേ, തിരിഞ്ഞു നിൽക്കുക, എന്നാലും ഞാൻ തുറക്കുള്ളൂ.
കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ ഒന്ന് ശരിക്കും അറേഞ്ച് ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ കാണണ്ട വിചാരിച്ചിട്ട് എന്നോട് തിരിഞ്ഞേക്കാൻ പറയുന്നതാണ്. നല്ല ഓണട്ടാ, നല്ല കീറരുതിട്ടാ. നല്ല ഇലയില്ല. അതേപോലെ കുറേ നാൾ കൂടിയിട്ടൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ നാട്ടിൽ വീടൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, വീട് കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ പോയപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ വിളിക്കുകയാണ് എൻ്റെ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കിച്ചണിലൊക്കെ എത്തിയപ്പോൾ നല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോർ റൂമിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ സ്റ്റോർ റൂമിൻ്റെ ഡോർ ഇങ്ങനെ ഇവിടെ ഈ കിച്ചണിൽ സ്റ്റോർ റൂം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, അതായത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അതും പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോർ റൂമിൻ്റെ ഡോർ ഇങ്ങനെ ഹാൻഡിലിങ്ങനെ പിടിച്ചപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ചേച്ചി തുറക്കല്ലേ. അതായത് കിച്ചൺ ഞാൻ വരണ്ടേന്ന് അറിഞ്ഞിട്ട് കിച്ചൺ ക്ലീനാക്കി വെച്ചതാണ്. അപ്പോൾ ക്ലീനാക്കിയിട്ട് ഒക്കെ ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് സ്റ്റോർ റൂമിനകത്താണ്. അപ്പോൾ ഞാൻ വീട് കാണാൻ ചെല്ലല്ലേ, അപ്പോൾ ചേച്ചി വീട് കാണാൻ വരില്ലേ, അത് കാരണം എനിക്കിത് എവിടെ ഒളിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഞാനിത് ഒളിപ്പിച്ച വെച്ച സ്ഥലമാണ്. അത് കാരണമാണ് തുറക്കണ്ടെന്ന് പറയണത്. അങ്ങനെ പൊതിച്ചോറിലേക്കുള്ളതെല്ലാം റെഡിയായി. എല്ലാം റെഡിയായി എന്ന് പറയാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ആകെ 3-4 ഐറ്റംസേ ഉള്ളൂ. അതൊക്കെ റെഡിയായി എന്ന് പറഞ്ഞതാണ്. ഇനി ഇതേ ഇല വാട്ടിയെടുക്കൽ കൂടിയേ ഉള്ളൂ. പിന്നെ ചോറിലേക്ക് കുറച്ച് ഞാൻ തൈര് ഒഴിക്കും, തൈരും ഒരിത്തിരി ഉപ്പിട്ടിട്ട് അങ്ങനെ ഒന്നിച്ച് ചെറുതായിട്ടൊന്ന് മിക്സാക്കും. വെറുതെ ഇങ്ങനെ ചോറ് വയ്ക്കുന്നേക്കാളും എനിക്കിഷ്ടം അങ്ങനെ കുറച്ച് തൈരിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സാക്കിയിട്ട് അങ്ങനെ വെക്കുന്നതാണ്. വേറെ കറിയൊന്നും ഇതിലേക്ക് ഒഴിക്കാറില്ല കേട്ടോ. ഇനി പൊതിച്ചോറ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണിത്. ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ വിളമ്പിയിട്ട് ഓരോരോ സാധനം ഇങ്ങനെ വിളമ്പി അവസാനം ഇല ഇങ്ങനെ മടക്കി അതില്ലേ, അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് അത് കാണാൻ എന്തോ അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായേനെ, പക്ഷേ ഇപ്പം ഇതിൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ. സൂര്യ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ധൃതി പിടിച്ചുള്ള കഴിപ്പാണ്. ബസ് 7 മണിക്കാണല്ലോ, മറ്റേത് സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ അച്ഛൻ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ബസ് കിട്ടാത്ത പ്രശ്നം വരില്ല. ഇത് കറക്റ്റ് ടൈമിന് അവിടെ പോയി നിൽക്കണമല്ലോ, അതിൻ്റെ ഓട്ടത്തിലാണ് ഇപ്പോൾ അവൻ. ഭക്ഷണം കഴിക്കുന്നൊക്കെ ഇറങ്ങണ നേരത്ത് ഓടി വന്നിരുന്നിട്ട് പിന്നെ ഒന്നിനും കഴിക്കാൻ നേരമില്ലാത്ത പോലെയൊക്കെ കാണിക്കലാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ധൃതി പിടിച്ചിട്ടുള്ളൊരു ഓട്ടമൊക്കെയാണ്. നേരത്തെ അവന് പൊതിയണ തിരക്കിൽ അത് മാത്രമേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എനിക്കും ഏട്ടനുള്ളതൊക്കെ പൊതിഞ്ഞ് വെക്കുന്നത്. വിളമ്പി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങുന്നതാണ് കേട്ടോ. ഡെയിലി അങ്ങനെ ഉണ്ട്, രാവിലെ ഉള്ളൊരു നടത്തൊക്കെ ഉണ്ട്. എനിക്കാണ് അതൊന്നും ഇല്ലാത്തത്. ആൾക്ക് പിന്നെ നടത്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ പിന്നെ അങ്ങനെ രാവിലെ ഉള്ള എന്താ പറയുക മോർണിംഗ് വാക്കിനൊന്നും ഇറക്കൊന്നുമില്ല. ഇങ്ങനെ രാവിലെ സൂര്യൻ ഇങ്ങനെ നേരത്തെ പോകേണ്ട ഒരു ഗുണമുള്ളത്, എനിക്ക് നേരത്തെ പണികളൊക്കെ തീരും, ഒരുപാട് സമയം കിട്ടും നമുക്ക്. ഇപ്പോൾ രാവിലെ എൻ്റെ പണികളൊക്കെ തീർന്നില്ലേ, ഇനിയിപ്പോൾ പൊതിച്ചോറ് വരെ പൊതിഞ്ഞു വരും. ഇനിയിപ്പോൾ ലഞ്ചിന് വിളമ്പി കഴിക്കുന്നത് വേണ്ട, എടുത്ത് കഴിച്ചാൽ മതി, പൊതിയൊക്കെ തുറന്ന് കഴിച്ചാൽ മതി. വേറെ പണികളൊന്നുമില്ല. വേറെ പണി പറഞ്ഞാൽ കുക്കിംഗ് ഇല്ല. ഇനി ക്ലീനിങ് ഒക്കെ ഉണ്ട്, പിന്നെ എൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അതിപ്പോൾ വിഷു തിരക്കിൻ്റെ ഭയങ്കര തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വിഷു ഇപ്പോൾ 2 ദിവസം എന്താ പറയുക 13-ാം തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ വിഷുവിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു, അതല്ലാത്ത പർച്ചേസിംഗ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ ഒരേപോലെ ഇരുന്നിട്ട് നോക്കിയിട്ട് ഓർഡർ എടുക്കണ അതിൽ നിന്ന് അത് കഴിഞ്ഞു. അത് കാരണമാണ് ഞാൻ വേഗം വ്ളോഗ്സൊക്കെ ഞാൻ ഇടാൻ തുടങ്ങിയത്. ഇന്ന് മെയിനായിട്ട് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ സൂര്യൻ്റെ അവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കഴുകലും പിന്നെ ഇനി കുറച്ച് തുടയ്ക്കലും അത് എന്തൊക്കെ വിൻഡോ ഒക്കെ ശരിയാക്കലും അങ്ങനെയൊക്കെ ക്ലീനായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വിഷു ആവുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണല്ലോ. എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ, അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ഞാൻ പച്ചമാങ്ങ പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ചിലപ്പോൾ മുരിങ്ങക്കായ അവിടെ നന്നാക്കി ഇരിക്കുന്നുണ്ട് ഫ്രീസറിൽ. അപ്പോൾ മുരിങ്ങക്കായും മാങ്ങ ഇട്ടിട്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങ അങ്ങനെ കണ്ടപ്പോൾ അങ്ങ് പൊട്ടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ ഇനി ഉണ്ടാക്കാൻ ഒരു സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ ഒന്നും ചെയ്യില്ല, ഈവനിങ് ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അപ്പം മാങ്ങ കണ്ടപ്പോൾ അതങ്ങ് പൊട്ടിക്കാൻ തോന്നിയതാണ്. ഈ ചെടിയില്ലേ, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് പെട്ടെന്നങ്ങ് വലുതാവും. അപ്പോൾ അത് നിലം തട്ടുമ്പോൾ പിന്നെ ചമ്മലയും ഇതൊക്കെ കിടക്കുമ്പോൾ അതിൽ അടിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്നലെ ആ വീഡിയോയിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് മുരിങ്ങക്കായ ഫ്രീസ് ചെയ്ത് വെക്കണതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരിക്കാനേ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ചക്കയും മാങ്ങയൊക്കെ വെക്കാമെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ചക്ക വാങ്ങി ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾക്കൊക്കെ ഒന്നും തിന്നാൻ കിട്ടൂലല്ലോ. ഇങ്ങനെ ഓരോ കമൻസ് വായിച്ചിട്ട് ചിരിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. മുൻപൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഏതൊരു ഷോർട്ട് വീഡിയോനാ അല്ലല്ല കുറേ ഉണ്ടാവും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഷോർട്ട് വീഡിയോയിൽ ചിലപ്പോൾ എല്ലാവരും കണ്ടു കാണും, ചിലപ്പോൾ ഞാനതവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു നരക ജീവിതമാണ് ഷെബിയുടെ. ഭർത്താവ് എവിടെയും കൊണ്ടുപോകാറൊന്നുമില്ലേ. ഞാൻ മൂപ്പര് ആ പറയുന്ന ആൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലെന്തോ മാസത്തിലെന്തോ ഇടയ്ക്ക് മൂന്നാർ പോവും, ഷെബി ഇതിൽ കിടന്ന് നരകിക്കുക അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ഞാനതവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞു. ഇനിയും കുറേ സമയമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം ഓർഡറൊക്കെ ഒന്ന് എടുക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പിന്നെ ബാക്കി കുറച്ച് ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഈ കമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറെ ഇതേപോലെ ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്താണ് അതൊരു പൊതിച്ചോറ് കഴിക്കുന്ന ഒരു വീഡിയോൻ്റെയാണ് കേട്ടോ. അതിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭർത്താവൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കാൻ എന്താ അങ്ങനെ എങ്ങനെ തോന്നണമെന്നോ എന്തായിരുന്നു അത്, അതിൻ്റെ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അത് ഇതേപോലെ ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ എന്തോ ചിരി വരും, ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ പറയണ ഒരു എന്തോ ഒരു പോലത്തെ ഒരു കമൻറ്റ്. എങ്ങനെ തോന്നണമെന്നാ ഭർത്താവില്ലാതെ ഇതൊക്കെ ഇരുന്ന് തിന്നാൻ എങ്ങനെ തോന്നും, അങ്ങനെ എന്താണ് അവർ അർത്ഥം വെക്കുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലേ. അങ്ങനെ തോന്നുന്നവരുണ്ടായിരിക്കാം അല്ലേ. ഭർത്താവിൻ്റെ ചിലവിൽ ഭർത്താവ് പോയി കഴിഞ്ഞിട്ട് ഓരോന്നുണ്ടാക്കി തിന്നുകൊണ്ടിരിക്കാൻ എങ്ങനെ തോന്നുന്നു, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ചില നെഗറ്റീവ് കമൻസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കണ്ണുപെടാതെ പോകുന്നുണ്ടായിരിക്കും, ചിലത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതങ്ങ് ഒഴിവാക്കുക ചെയ്യുക. അതിലും വലുത് അടുത്തത് വരുവേ. പിന്നെ എന്തിനാ ഇതിൻ്റെ മുകളിൽ നമ്മൾ നോക്കിയിരിക്കുന്നത്. നെഗറ്റീവ് കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അത് സ്വാഭാവികം. അപ്പോൾ ചില സമയത്ത് നമ്മൾ നെഗറ്റീവ് കമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ ധൃതി പിടിച്ച വല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതങ്ങ് വിട്ടു, അല്ലെങ്കിൽ സമയം ഇല്ലാതെങ്കിൽ അതങ്ങോട്ട് വിടും. വെറുതെ അതിൻ്റെ പിറകെ പോയിട്ട് പിന്നെ അവരതിന് റിപ്ലൈ അയച്ച് ഞാൻ അതിന് റിപ്ലൈ അയച്ച് നമ്മുടെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചില സമയത്ത് അങ്ങനെയല്ല. നമുക്ക് കുറച്ച് സമയമുള്ള ചില മൂഡ് അങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് നല്ല രീതിയിൽ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കും, ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ റിപ്ലൈ കൊടുക്കും. അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ റിപ്ലൈകളൊക്കെ. അങ്ങനെ ഏട്ടൻ ഷോപ്പിൽ പോയി. ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം അതിന് ഇതായിപ്പോവും. എനിക്കിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ഇടാനും പറ്റില്ല, അത് എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ വിഷുവിൻ്റെ മുൻപ് തന്നെ ഇതങ്ങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി വിഷുവിൻ്റെ ഒരു ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. മറ്റേ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ കുറേ സമയം ആ വീഡിയോ എടുക്കലിന് തന്നെ കുറേ സമയമായിപ്പോവും. അപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഓർഡറിൻ്റെ കാര്യത്തിന്, നമ്മളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിന് ഇരിക്കാനുണ്ട്.
അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ വിഷു ആഘോഷിക്കൂ. ഞങ്ങൾ 3 പേരുടെയും വിഷു ആശംസകൾ കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.